ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് കന്നഡ പഠിക്കാവുന്നതാണ്. ചെറിയ ചെറിയ വാക്കുകൾ തന്നെ. വലിയ വലിയ വാക്കുകൾ കൊണ്ട് കന്നഡ പ്രയാസപ്പെട്ട് പഠിക്കേണ്ടതില്ല. നിങ്ങൾക്ക് മലയാളം അറിഞ്ഞാൽ മതി. നിങ്ങൾക്ക് മലയാളം അറിയാം. അതിനാൽ യാതൊരു പ്രയാസവുമില്ല. എളുപ്പത്തിൽ കന്നഡ പഠിക്കാവുന്നതാണ്. ഇപ്പോൾ ഇരിക്കാം സൂത്രത്തോടെ സ്പോക്കൺ കന്നഡ. എന്ത് സൂത്രം? ഇരിക്കാം സൂത്രം. ഈ സൂത്രത്തെ പറ്റി വിശദീകരിച്ചറിയാൻ തുടർന്ന് വരുന്ന പേജുകൾ ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? നടക്കാൻ സാധ്യത കുറവായതിന് കന്നഡത്തിൽ പറയുന്നത് എങ്ങനെ? നടക്കാൻ സാധ്യത കുറവായതിന് കന്നഡത്തിൽ എങ്ങനെയാണ് പറയുന്നത്? ചില ജോലികൾ നടത്തുവാൻ വളരെ കുറവ് അവസരം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇത്തരം അവസരം കുറഞ്ഞ ജോലികളെ പറ്റി കന്നഡത്തിൽ എങ്ങനെ പറയാം എന്നത് നോക്കുക. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഇരിക്കാം സൂത്രം. വാക്യത്തിൽ ഇരിക്കാം എന്ന് വരുമ്പോൾ അത് തന്നെ പോകാതെ ഇരിക്കാം, വായിക്കാതെ ഇരിക്കാം, പഠിക്കാതെ ഇരിക്കാം, പാടാതെ ഇരിക്കാം, സംസാരിക്കാതെ ഇരിക്കാം തുടങ്ങിയ അർത്ഥം വരുന്ന പദങ്ങൾ വരുമ്പോൾ ലാരതെ ഇരബഹുതു എന്ന പദം ഉപയോഗിക്കണം. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ കന്നഡത്തിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. അവ ഏവ? ഞാൻ പോകാതെ ഇരിക്കാം, ഞാൻ വായിക്കാതെ ഇരിക്കാം, ഞാൻ പഠിക്കാതെ ഇരിക്കാം, ഞാൻ പാടാതെ ഇരിക്കാം, ഞാൻ സംസാരിക്കാതെ ഇരിക്കാം. ഞാൻ എന്നാൽ നാണ്, ഇരിക്കാം എന്നാൽ ലാരതെ ഇരബഹുതു. അപ്പോൾ ഞാൻ പോകാതെ ഇരിക്കാം എന്നാൽ കന്നഡത്തിൽ നാന് ഹോഗലാരതെ ഇരബഹുതു. അതേപോലെ ഞാൻ വായിക്കാതെ ഇരിക്കാം എന്നാൽ കന്നഡത്തിൽ നാന് ഓതലാരതെ ഇരബഹുതു. ഞാൻ പഠിക്കാതെ ഇരിക്കാം എന്നാൽ കന്നഡത്തിൽ നാന് കലിയലാരതെ ഇരബഹുതു. ഞാൻ പാടാതെ ഇരിക്കാം എന്നാൽ കന്നഡത്തിൽ നാന് ഹാഡലാരതെ ഇരബഹുതു. ഞാൻ സംസാരിക്കാതെ ഇരിക്കാം എന്നാൽ കന്നഡത്തിൽ നാന് മാതാടലാരതെ ഇരബഹുതു. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ കന്നഡത്തിൽ ഇവിടെ എത്ര വാക്യങ്ങളുണ്ട്? 5 വാക്യങ്ങളുണ്ട്. അവ ഏവ? ഞാൻ കഴിക്കാതെ ഇരിക്കാം, ഞാൻ കാണാതെ ഇരിക്കാം, ഞാൻ കട്ടാതെ ഇരിക്കാം, ഞാൻ എഴുതാതെ ഇരിക്കാം, ഞാൻ നടക്കാതെ ഇരിക്കാം. നിങ്ങൾക്കറിയാം, ഞാൻ എന്നാൽ നാണ്, ഇരിക്കാം എന്നാൽ ലാരതെ ഇരബഹുതു. അപ്പോൾ ഞാൻ കഴിക്കാതെ ഇരിക്കാം എന്നാൽ കന്നഡത്തിൽ നാന് തിന്നലാരതെ ഇരബഹുതു. ഞാൻ കാണാതെ ഇരിക്കാം എന്നാൽ കന്നഡത്തിൽ നാന് നോടലാരതെ ഇരബഹുതു. ഞാൻ കട്ടാതെ ഇരിക്കാം എന്നാൽ കന്നഡത്തിൽ നാന് കട്ടലാരതെ ഇരബഹുതു. ഞാൻ എഴുതാതെ ഇരിക്കാം എന്നാൽ കന്നഡത്തിൽ നാന് ബരയലാരതെ ഇരബഹുതു. ഞാൻ നടക്കാതെ ഇരിക്കാം എന്നാൽ കന്നഡത്തിൽ നാന് നടയലാരതെ ഇരബഹുതു. വളരെ എളുപ്പമല്ലേ? നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? മലയാളത്തിൽ കന്നഡത്തിൽ ഇതുവരെ എന്നെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഞാൻ നമ്മൾ, നിങ്ങൾ, അവൻ, അവൾ, അവർ എന്നിവ ഉപയോഗിച്ച് വാചകങ്ങൾ പറയാം. ഇവിടെ എത്ര വാചകങ്ങളുണ്ട്? 6. അതായത് 6 വാചകങ്ങളുണ്ട്. അവ ഏവ? ഞാൻ പോകാതെ ഇരിക്കാം,
ഞങ്ങൾ പോകാതെ ഇരിക്കാം, നിങ്ങൾ പോകാതെ ഇരിക്കാം, അവൻ പോകാതെ ഇരിക്കാം, അവൾ പോകാതെ ഇരിക്കാം, അവർ പോകാതെ ഇരിക്കാം. ഇതിൽ കർത്താവ് മാത്രമേ മാറുന്നുള്ളൂ. മറ്റെല്ലാം നമുക്ക് പഠിക്കാൻ എളുപ്പത്തിനു വേണ്ടി അതേ വാക്കുകൾ തന്നെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേഗം മനസ്സിലാവുമല്ലോ. ഇവിടെയുള്ള വാചകങ്ങളെ നന്നായി ശ്രദ്ധിക്കുക. ഞാൻ എന്നാൽ നാണ്, പോകാതെ ഇരിക്കാം എന്നാൽ ಹೋಗಲಾರದೇ ಇರಬಹುದು. അപ്പോൾ ഞാൻ പോകാതെ ഇരിക്കാം എന്നാൽ കന്നഡത്തിൽ നാന് ಹೋಗಲಾರದೇ ಇರಬಹುದು. ഞങ്ങൾ എന്നാൽ നാവു, പോകാതെ ഇരിക്കാം എന്നാൽ ಹೋಗಲಾರದೇ ಇರಬಹುದು. ഞങ്ങൾ പോകാതെ ഇരിക്കാം എന്നാൽ കന്നഡത്തിൽ നാവു ಹೋಗಲಾರದೇ ಇರಬಹುದು. നിങ്ങൾ എന്നാൽ നീവു, പോകാതെ ഇരിക്കാം എന്നാൽ ಹೋಗಲಾರದೇ ಇರಬಹುದು. അപ്പോൾ നിങ്ങൾ പോകാതെ ഇരിക്കാം എന്നാൽ കന്നഡത്തിൽ നീവു ಹೋಗಲಾರದೇ ಇರಬಹುದು. അവൻ എന്നാൽ അവനു, പോകാതെ ഇരിക്കാം എന്നാൽ ಹೋಗಲಾರದೇ ಇರಬಹುದು. അപ്പോൾ അവൻ പോകാതെ ഇരിക്കാം എന്നാൽ കന്നഡത്തിൽ അവനു ಹೋಗಲಾರದೇ ಇರಬಹುದು. അവൾ എന്നാൽ അവളും, പോകാതെ ഇരിക്കാം എന്നാൽ ಹೋಗಲಾರದೇ ಇರಬಹುದು. അപ്പോൾ അവൾ പോകാതെ ഇരിക്കാം എന്നാൽ കന്നഡത്തിൽ അവളു ಹೋಗಲಾರದೇ ಇರಬಹುದು. അവർ എന്നാൽ അവരും, പോകാതെ ഇരിക്കാം എന്നാൽ ಹೋಗಲಾರದೇ ಇರಬಹುದು. അവർ പോകാതെ ഇരിക്കാം എന്നാൽ കന്നഡത്തിൽ അവരു ಹೋಗಲಾರದೇ ಇರಬಹುದು. ഇപ്പോൾ ഇവിടെയുള്ള കാര്യങ്ങൾ നന്നായി ശ്രദ്ധിക്കുക. ഞാൻ പോകാതെ ഇരിക്കാം എന്നാൽ കന്നഡത്തിൽ നാന് ಹೋಗಲಾರದೇ ಇರಬಹುದು. ഞങ്ങൾ പോകാതെ ഇരിക്കാം എന്നാൽ കന്നഡത്തിൽ നാവു ಹೋಗಲಾರದೇ ಇರಬಹುದು. നിങ്ങൾ പോകാതെ ഇരിക്കാം എന്നാൽ കന്നഡത്തിൽ നീവു ಹೋಗಲಾರದೇ ಇರಬಹುದು. അവൻ പോകാതെ ഇരിക്കാം എന്നാൽ കന്നഡത്തിൽ അവനു ಹೋಗಲಾರದೇ ಇರಬಹುದು. അവൾ പോകാതെ ഇരിക്കാം എന്നാൽ കന്നഡത്തിൽ അവളു ಹೋಗಲಾರದೇ ಇರಬಹುದು. അവർ പോകാതെ ഇരിക്കാം എന്നാൽ കന്നഡത്തിൽ അവരു ಹೋಗಲಾರದೇ ಇರಬಹುದು. പ്രയാസമൊന്നുമില്ലല്ലോ. വളരെ എളുപ്പമായിട്ടുള്ളവ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ടെക്നിക്ക് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഇത്തരത്തിലുള്ള എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറയാം. ഇതുപോലുള്ള മറ്റു ചില വാക്യങ്ങൾ നമുക്ക് നോക്കാം. ശരിയല്ലേ? അടുത്ത പേജിലേക്ക് പോകാമോ? ഇങ്ങനെ എളുപ്പത്തിൽ ഓർമ്മിച്ചു കൊള്ളുക. ഇപ്രകാരമുള്ള മറ്റു ചില വാക്യങ്ങളും നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പേജിലേക്ക് പോകാമോ? ഹായ് സ്നേഹിതരെ, ഇപ്പോൾ ಹೋಗಲಾರದೇ ಇರಬಹುದು സൂത്രത്തിന്റെ സഹായത്തോടെ കന്നഡത്തിൽ വാക്യങ്ങൾ എങ്ങനെ പറയാമെന്ന് നോക്കാം. അതേപോലെ ಹೋಗಲಾರದೇ ಇರಬಹುದು സൂത്രം വഴിയായി കന്നഡത്തിൽ എങ്ങനെയുള്ള വാക്യങ്ങളായാലും എത്ര വാക്യങ്ങളായാലും നന്നായി 100% പറയാൻ കഴിയും. ഇത് നിങ്ങൾക്ക് സാധിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ചെറിയ ചെറിയ വാക്യങ്ങളായാലും വലിയ വലിയ വാക്യങ്ങളായാലും എത്രത്തോളം ഉണ്ടായാലും ഈ ലാരദേ ഇരബഹുദു സൂത്രം മൂലം നിങ്ങൾക്കറിയാവുന്ന എത്ര വാക്യങ്ങൾ വേണമെങ്കിലും പറഞ്ഞുകൊള്ളുക. ഓക്കെ,